friends, രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇതൊരു സ്വീറ്റ് ആയിട്ടും ഒരു എനർജി ബോൾ ആയിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ്. കുഞ്ഞു കുട്ടികൾക്ക്, അതായത് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഒരെണ്ണം അവർക്കൊരു എനർജി ബോളായിട്ട് നമുക്ക് കൊടുക്കാം. അതുപോലെ നമുക്ക് വലിയവർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഭക്ഷണശേഷം ഒരു സ്വീറ്റായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കപ്പലണ്ടിയാണ്. അപ്പോൾ 1.5 കപ്പ് കപ്പലണ്ടി ഇപ്പം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഉള്ള ഏത് കപ്പാണുള്ളത് അതിൽ 1.5 കപ്പ് കപ്പലണ്ടി നമ്മൾ മെഷർ ചെയ്തിട്ട് വെക്കുക. ഇനി ഈ കപ്പലണ്ടി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പലണ്ടി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കപ്പലണ്ടി എടുക്കുമ്പോൾ ഒരു നല്ല ക്വാളിറ്റി ഉള്ള കപ്പലണ്ടി നോക്കിയിട്ട് എടുക്കുക. കാരണം ചിലതിൽ ഈ പൊട്ടച്ച കപ്പലണ്ടികൾ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളത് ഒഴിവാക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ കപ്പലണ്ടിയൊക്കെ ഞാൻ വറുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് പാകമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ 1-2 അതിൽ നിന്ന് എടുത്തിട്ട് കൈവച്ചിട്ടൊന്ന് തിരുമ്പി നോക്കുമ്പോൾ തൊലി വിട്ടു പോരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പലണ്ടി പാകമായിട്ടുണ്ട്. സാധാരണ നമ്മൾ കപ്പലണ്ടി വറുത്തെടുത്ത് ഇതാക്കുന്നത് പോലെ അത്ര അങ്ങ് വറുത്തെടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് ഒന്ന് ഇരുന്ന് ചൂടാറട്ടെ. ചൂടാറി കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ കൈവച്ചൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റാം. കുറച്ച് തൊലിയൊക്കെ അത് ഇരുന്നോട്ടെ കേട്ടോ. അതിനുശേഷം ഇതുപോലത്തെ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് തൊലി നമുക്ക് കപ്പലണ്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. എനിക്ക് ഈ ഒരു മെത്തേഡ് നല്ല ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് കപ്പലണ്ടിയിൽ നിന്ന് തൊലി മാറ്റിയെടുക്കാനായിട്ട്. ഞാൻ പലപ്പോഴും ഈ ഒരു ഇതിലാണ് കപ്പലണ്ടി തൊലി മാറ്റാനായിട്ട് ഉപയോഗിക്കാറ്. അപ്പോൾ നമ്മുടെ കപ്പലണ്ടിയൊക്കെ തൊലി മാറ്റി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ഇതുപോലത്തെ ഒരു ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള കപ്പലണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് തൊലിയൊക്കെ അത് ഇരുന്നോട്ടെ കേട്ടോ. കപ്പലണ്ടിയുടെ തൊലിയും നല്ല ഗുണങ്ങളുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് ഈ കപ്പലണ്ടി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അത്ര ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട തരിതരിപ്പായ രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ശർക്കര ചീകിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ 1.5 കപ്പ് കപ്പലണ്ടിയാണ് വറുത്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് ശർക്കരയാണ് നമ്മൾ ചേർക്കുന്നത്. 1 കപ്പ് കപ്പലണ്ടിക്ക് 3/4 കപ്പിന് താഴെയായിട്ട് ശർക്കര ചേർത്ത് കൊടുത്താലും മതി. ശർക്കരയും ഇതുപോലെ തന്നെ ഇത്തിരി നല്ലത് നോക്കി ചേർക്കുക. അതായത് ഇങ്ങനെ കല്ലും മണ്ണും അധികം ഇല്ലാത്തത് നോക്കിയിട്ട് വേണം നമ്മൾ. കാരണം നമ്മൾ ഉരുക്കിയിട്ടല്ലല്ലോ ചേർക്കുന്നത്, നമ്മൾ ചീകിയല്ലേ ചേർക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഏലക്കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ നിർത്തിയിട്ട് വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ. ഒറ്റയടിക്ക് അടിച്ച് പൊടിച്ചെടുക്കരുത്. പൊടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഇതാണ് ഇതിൻ്റെ പാകം. ഇതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അതായത് കപ്പലണ്ടിയിലുള്ള നാച്ചുറലായിട്ടുള്ള ആ ഒരു ഓയിലുണ്ടല്ലോ, പീനട്ട് ഓയിൽ, അതിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഇങ്ങനെ സൈഡിലേക്ക് പിടിച്ചിരിക്കുന്ന ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. കപ്പലണ്ടിയും ശർക്കരയും കൂടി നമ്മൾ പൊടിച്ചെടുത്തത് ഞാനപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി. അതിനുശേഷം നമ്മൾ കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടിയൊക്കെ എല്ലാതും കൂടി നന്നായിട്ട് യോജിച്ചോളും. അതിനുശേഷം നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ട പിടിച്ചെടുക്കണം. നമ്മൾ ഇപ്പോൾ കയ്യിലേക്ക് നെയ്യ് വേറെ ഒന്നും നമ്മൾ പരട്ടി കൊടുത്തിട്ടില്ല. കാരണം നമ്മളിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഉണ്ട പിടിക്കുമ്പോൾ ആ കപ്പലണ്ടിയിലുള്ള എണ്ണ തന്നെ പുറത്തേക്ക് വരും. അത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ട പിടിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഞാൻ നന്നായിട്ട് കൈയിൻ്റെ അടിയിലിട്ടിട്ട് ഇതുപോലെ ഉണ്ട പിടിച്ചെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒന്നും കൂടി ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കൈയിൻ്റെ അടിയിലിട്ടിട്ട് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് ഉരുട്ടി നല്ല ബോളിൻ്റെ ഒരു ഷേപ്പിലേക്ക് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ട പിടിച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് പൊടി ഉണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം നെയ്യൊന്നും ചേർക്കാണ്ട് ഇതുപോലെ പിടിച്ചെടുക്കുക. അതായത് വലിയവർക്ക് കഴിക്കാനായിട്ട്. പിന്നെ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ചേർന്നോട്ടെ. അപ്പോൾ ഞാനപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും ഉണ്ട പിടിക്കുക. നെയ്യ് ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാവുന്നതുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കപ്പലണ്ടി ശർക്കര മാത്രം മതി ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്.
അപ്പോൾ എൻ്റെ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എൻ്റെ മറ്റുള്ള വീഡിയോസ് നിങ്ങളെല്ലാവരും കാണണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.